പ്രിയപ്പെട്ടവരെ, ഈശോയുടെ സമാധാനം നിങ്ങൾക്കെല്ലാവർക്കും ആശംസിക്കുന്നു. വിശുദ്ധ ഫ്രാൻസിസിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് 1119 സെപ്റ്റംബർ മാസത്തിൽ അദ്ദേഹം, നമുക്കറിയാം, 5-ാം കുരിശുയുദ്ധം നടക്കുമ്പോൾ ദമ്യേത്ത എന്ന് പറയുന്ന സ്ഥലത്ത് അന്നത്തെ മുസ്ലിം ഭരണാധികാരി മാലിക് അൽ കമീലുമായിട്ട് സംസാരിക്കാൻ പോകുന്നതും അതിൻ്റെ ഫലമായിട്ട് അദ്ദേഹം സമാധാനത്തിൻ്റെ പ്രസക്തി മനസ്സിലാക്കുന്നതും സുൽത്താൻ അദ്ദേഹത്തിന് സമ്മാനം കൊടുക്കുകയും തിരിച്ചു വരികയും ചെയ്യുന്നു. അപ്പോൾ ഫ്രാൻസിസിനെ സംബന്ധിച്ച് ഒരു പ്രത്യേകത കൂടിയുണ്ട്. അദ്ദേഹം പോകുന്നത് തൻ്റെ സഭയുടെ ഉത്തരവാദിത്വം മറ്റുള്ളവരെ ഏൽപ്പിച്ചിട്ടാണ്. ഇനി ഒരുപക്ഷെ തിരിച്ചു വരില്ല എന്ന് കരുതിക്കൊണ്ടാണ്. യുദ്ധത്തിൻ്റെ മധ്യത്തിലേക്ക് എടുത്തു ചാടുന്നൊരു ഫ്രാൻസിസിനെ കാണുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ സ്നേഹത്താലും സമാധാനത്തിലും നിറഞ്ഞ ഹൃദയവുമായി. എന്നെ സംബന്ധിച്ച് ഇതൊരു വലിയൊരു ഇൻസ്പിറേഷനായിരുന്നു. കർത്താവെ, എന്നെ അങ്ങയുടെ സമാധാനത്തിന് ഉപകരണമാക്കണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഈ യുദ്ധം നടക്കുന്ന അവസരത്തിൽ ഞാനിപ്പോൾ റോമിലാണ്. എന്തെങ്കിലും ചെയ്യണം എന്ന തീവ്രമായൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഫുൾഫിൽമെൻ്റ്, ഒരു പൂർത്തീകരണം എന്ന രീതിയിലാണ് ഈ കഴിഞ്ഞ സെപ്റ്റംബർ 29 റോമിലെ ഞങ്ങൾ 2 വിഭാഗങ്ങൾ, അതായത് കപ്പുച്ചിൻസ് ആൻഡ് കൺവെൻച്വൽസ്, ഇത് 2 ഫ്രാൻസിസ്കൻ ഫാമിലികളിലാണ്. ഫ്രാൻസിസിൻ്റെ ചൈതന്യത്തിൽ ആരംഭം കുറിച്ച് 2 ഫ്രാൻസിസ്കൻ ഫാമിലി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആലോചിച്ചു, ഇത്രയും യുദ്ധം നടക്കുമ്പോൾ നമുക്കിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മാത്രം പോരാ, അതല്ലെങ്കിൽ മീറ്റിംഗ് കൂടി മാത്രം പോരാ, നമുക്ക് ഒരുമിച്ച് സമാധാനത്തിന് പ്രാർത്ഥിക്കണം. അങ്ങനെയാണ് ഈ കഴിഞ്ഞ സെപ്റ്റംബർ 29 ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ കുറച്ച് ഫ്രാൻസിസ്കൻ ഫാമിലിയുടെ നേതൃത്വത്തിൽ ഞങ്ങളുടെ റോമിലുള്ള നമ്മുടെ എല്ല് പള്ളിയിൽ, മാതാവിൻ്റെ പള്ളിയാണ്, എല്ലുപള്ളി എന്നാണ് പൊതുവെ നമ്മൾ അറിയപ്പെടുന്നത്, പക്ഷേ മാതാവിൻ്റെ പള്ളി എന്നാണ് അറിയപ്പെടുന്നത്. അവിടെ ആരംഭിച്ച് ശാന്തി അപ്പോസ്തലന്മാരുടെ ബസിലിക്കയിൽ സമാപിക്കുന്ന ഈ ഒരു വളരെ പ്രധാനപ്പെട്ട, വളരെ പേർക്ക് ഇൻസ്പിറേഷനായ ഒരു പ്രാർത്ഥനാ സംഗമം നമുക്ക് നടത്താൻ സാധിച്ചു. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, കപ്പുച്ചിൻ സഭയുടെ, കൺവെൻച്വൽ സഭയുടെ 2 ജനറൽമാരിലും കൗൺസിലേഴ്സും പങ്കെടുത്തു. ഏകദേശം 25ഓളം റോമിലുള്ള സന്യാസ സമൂഹങ്ങളിലാണ് 100-150ഓളം പേർ പങ്കെടുത്തു. അപ്പോൾ ആ ഒരു പ്രാർത്ഥന അങ്ങനെയെങ്കിലും നമുക്ക് ചെയ്യാൻ സാധിച്ചല്ലോ എന്നുള്ളൊരു വലിയ സംതൃപ്തിയുണ്ട്. നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് റോമിലുള്ള ബാർബറിനി എന്നുള്ള മെട്രോയ്ക്ക് സമീപമുള്ള കപ്പുച്ചിൻ ദേവാലയത്തിലാണ്. ഇവിടെയാണ് നമ്മൾ ഈ പ്രാർത്ഥന ആരംഭിക്കുന്നത്. ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ എടുത്തിരിക്കുന്ന ഒരു സന്ദേശം എന്നുള്ളത് ഹോപ്പ് ഫോർ പീസ് എന്നുള്ളതാണ്. സമാധാനത്തിനുള്ള പ്രതീക്ഷ, അതാണ് ഇന്നത്തെ പ്രാർത്ഥനയുടെ തീം. അതിവിടെ പ്രധാനമായിട്ട് നമ്മൾ ചെയ്യുന്ന തുടക്കത്തിലൊരു ഗാനവും, അതിനുശേഷം കപ്പുച്ചിൻ സഭയുടെ മിനിസ്റ്റർ ജനറൽ റോബർട്ടോ ജെനുയിൻ നമ്മളോട് സംസാരിക്കുന്നതാണ്. അദ്ദേഹം പ്രധാനമായിട്ടും ഈ കാലഘട്ടത്തിൽ സമാധാനത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് പറയുന്നത്. അതിനുശേഷം 2 കൺവെൻച്വൽ സഹോദരന്മാർ, ഒരാൾ ഉക്രൈനിൽ നിന്നും മറ്റൊരാൾ ലെബനോനിൽ നിന്നുമുള്ള 2 പേര് അവരുടെ ജീവിതാനുഭവം പങ്കുവയ്ക്കുന്നുണ്ട്. ആ പങ്കുവയ്ക്കലിന് ശേഷം ചെറിയൊരു പ്രാർത്ഥനയോട് കൂടി നമ്മൾ പുറത്തേക്ക്, അതായത് ഇവിടെ നിന്നൊരു 1/2 കിലോമീറ്റർ ദൂരമുണ്ട് അടുത്ത പള്ളിയിലേക്ക്. അത് ഒരു എമ്മാവൂസ് യാത്ര എന്ന രീതിയിലാണ് നമ്മളിതിനെ കാണുന്നത്. ഈ ദേവാലയത്തിൻ്റെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാവരും 2-3 പേരായിട്ട് അവരുടെ ജീവിതത്തിൻ്റെ പ്രതീക്ഷ എന്താണ് എന്ന് പങ്കുവയ്ക്കുക. അപ്പോൾ അതിൻ്റെ ലക്ഷ്യം ഇതാണ്, നമ്മളിന്ന് കൂടുതലും നെഗറ്റീവായ കാര്യങ്ങളാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എമ്മാവൂസിലേക്ക് പോയ അപ്പസ്തോലന്മാരുടെ ഒരു ഓർമ്മയിൽ അവരും സംസാരിച്ചുകൊണ്ടിരുന്നത് ആ ദിവസങ്ങളിൽ ജെറുസലേമിൽ നിന്ന നെഗറ്റീവായിട്ട കാര്യങ്ങളായിരുന്നു, ഒരു പ്രതീക്ഷയില്ലാത്ത സംസാരമായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ വാട്സപ്പിലും നമ്മുടെ മീഡിയയിലും നമ്മൾ പരസ്പരം സംസാരിക്കുമ്പോഴെല്ലാം എല്ലാവരും പ്രതീക്ഷയില്ലാത്തവരെ പോലെ സംസാരിക്കുന്നത്. ചരിത്രത്തെ നമ്മൾ നെഗറ്റീവായിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു.
അവരുടെ മധ്യത്തിലേക്കാണ് ഈശോ വന്നിട്ട് പറയുന്നത്, നിങ്ങളിതെന്ത് തിരിച്ചറിയാത്തത്, ഇതൊക്കെ സംഭവിക്കേണ്ടതല്ലേ എന്ന രീതിയിൽ അവർക്ക് അവരുടെ ചരിത്രത്തെ ഈശോ പ്രതീക്ഷയുടെ വഴിയിലൂടെ കൊണ്ടുപോവുകയും ചെയ്യും. അതിനിടയ്ക്കാണ് ഈശോ അവർക്ക് അപ്പം മുറിച്ചു കൊടുക്കുന്നതും അവരുടെ കണ്ണു തുറക്കുന്നതും അവരുടെ ചരിത്രത്തെ വേറൊരു ദിശയിൽ കാണുന്നതും. അപ്പോൾ ഇതാണ് നമ്മുടെ ജീവിതത്തിൽ നിന്നും ഈ ഒരു യാത്ര കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇന്ന് നടത്തേണ്ട എമ്മാവൂസ് യാത്രയാണ്. ലോകം എപ്പോഴും പറയുന്നത് നെഗറ്റീവ് സംഭവങ്ങളെ കുറിച്ചാണ്. സോ വി നീഡ് ടു പോസിറ്റീവ്ലി ഇൻറ്റർപ്രറ്റ് ദ ഹിസ്റ്ററി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത് നമ്മൾ പ്രതീക്ഷയിലേക്ക് നടക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ യാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ എമ്മാവൂസ് യാത്ര നടത്തി നമ്മളിപ്പോൾ റോമിൽ പിയാസ വെനീസിയയ്ക്ക് സമീപമുള്ള കണ്ണൂഞ്ചൽ സഭയുടെ പ്രധാനപ്പെട്ട വിശുദ്ധ അപ്പസ്തോലന്മാരുടെ പള്ളി എന്ന് പറയുന്ന ദേവാലയത്തിൽ വലിയൊരു പ്രധാനപ്പെട്ട റോമിലെ പള്ളിയാണിത്. ഇവിടെ വെച്ചാണ് നമ്മുടെ ഈ പ്രാർത്ഥനാ സംഗമത്തിൻ്റെ സമാപനം. ഈ സമാപനത്തിൽ നമ്മളെ വെൽക്കം ചെയ്യുന്നത് കണ്ണൂഞ്ചൽ സഭയുടെ ജനറൽ ഫ്രയർ കാർലോസ് അൽബർട്ടോ ത്രൊവെറേലിയാണ്. അദ്ദേഹം അതിമനോഹരമായിട്ടൊരു സന്ദേശമാണ് നമുക്ക് നൽകിയത്. ഈ കാലഘട്ടത്തിൽ ഫ്രാൻസിസ്കൻസ് എങ്ങനെ പെരുമാറണം, സമാധാന പ്രവർത്തനം, മാനുഷിക പ്രതിസന്ധികളോടുള്ള അവരുടെ പ്രതികരണമെല്ലാം ക്രിസ്തുവിൻ്റെ ചൈതന്യത്തിലും ഫ്രാൻസിസിൻ്റെ ശൈലിയിലും നിലയുറപ്പിച്ചുകൊണ്ട് ഫ്രാൻസിസ്കനെതിരെ മുന്നിട്ടിറങ്ങണം എന്ന് അദ്ദേഹം വളരെ നല്ല വാക്കുകളിൽ ഉദ്ബോധിപ്പിക്കുകയുണ്ടായി. പിന്നെ നമ്മൾ ഇന്നത്തെ ഈ പ്രാർത്ഥനയ്ക്ക് ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ 3 മതങ്ങളുടെ നേതാക്കളെ നമ്മൾ ഇതിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഗാസയിലും ഇസ്രായേലിലും യുദ്ധം നടക്കുന്ന ഈ സമയത്ത്, അന്നത് പ്രശ്നം നടക്കുന്ന സമയത്താണ്, അതിൻ്റെ കൊടുമ്പിരിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ഈ പ്രാർത്ഥന നടത്തുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഞങ്ങൾ 3 നേതാക്കളെ ക്ഷണിച്ചു. ഒന്ന്, വത്തിക്കാൻ്റെ റിലീജിയസ് ഡയലോഗിൻ്റെ ഡിക്കാസ്ട്രി എന്ന് പറയും എന്ന വകുപ്പിൻ്റെ മെയിൻ സെക്രട്ടറി ആയിട്ടുള്ള ആർച്ച് ബിഷപ്പ് ഇന്ദുനിലാണ്. രണ്ടാമത്തെ ആൾ ഈ ഇറ്റാലിയൻ ഹെബ്രായ സൗഹൃദ സംഗമത്തിൻ്റെ നാഷണൽ പ്രസിഡന്റ് മാർക്കോ മുസറേലിയാണ്. മൂന്നാമത്തെ ആൾ ഈ റോമിൽ തന്നെയുള്ള അറിയപ്പെടുന്ന ഒരു മുസ്ലിം പണ്ഡിതനും സൗഹൃദത്തിന് ഒക്കെ ഒത്തിരി പ്രാധാന്യം കൊടുക്കുന്ന ജനാബ് അയുഡിൻ മുസ്തഫയാണ്. അപ്പോൾ ഇവർ 3 പേരും വളരെ നല്ല സന്ദേശമാണ് നൽകിയത്. നമുക്കറിയാം, അതിനുശേഷം അതിൽ പങ്കെടുത്ത എല്ലാവരും ഒറ്റ അഭിപ്രായത്തിൽ പറഞ്ഞത് വെച്ചാൽ, ഇതേപോലെയുള്ള വ്യത്യസ്ത മതങ്ങളിലുള്ളവർ പങ്കെടുക്കുന്ന പരിപാടികൾ ഇനിയും നമുക്കവിടെ നടത്തണമെന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ച് ഒത്തിരി സന്തോഷം നൽകുന്നൊരു കാര്യമാണ് റോമിൽ വന്നിട്ട് ഇങ്ങനെയൊരു നല്ലൊരു പ്രാർത്ഥനാ സംഗമം, വ്യത്യസ്ത മതങ്ങളിലുള്ള മതങ്ങൾ തമ്മിൽ പോരടിക്കുന്ന ഈ കാലഘട്ടത്തിൽ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ ചൈതന്യത്തോട് 100% വിശ്വസ്ത പുലർത്തിക്കൊണ്ടും സഭയുടെ ഇന്ന് നമുക്കറിയാം നോത്ര എസ്താത്തെ എന്നുള്ള ആ പ്രസിദ്ധമായ മതസൗഹാർദ്ദത്തിന് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്ന ഡോക്യുമെൻ്റ് 60ാം വർഷം നടത്തുന്ന ഈ അവസരത്തിൽ ഇങ്ങനെ ഒരു പുതിയ തുടക്കം കുറിക്കാൻ നടത്തി, അതിൽ ദൈവത്തിന് നന്ദി പറയുന്നു. നമുക്കെല്ലാവർക്കും ലോകത്തിൽ ഇനി നമുക്കറിയാം, ഉക്രൈൻ റഷ്യയിൽ യുദ്ധം നടക്കുന്നു, ഇതെല്ലാം അവസാനിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ ദിവസവും ഞങ്ങളുടെ ഒരു നന്മറിഞ്ഞവരെയെങ്കിലും ലോകത്തിൽ സമാധാനം ഉണ്ടാകാൻ, പ്രത്യേകിച്ച് സുഡാനിൽ, നമുക്കറിയാം ആഫ്രിക്കൻ രാജ്യങ്ങളിൽ, പാകിസ്ഥാനിൽ എല്ലാം ഒരുപാട് പ്രയാസങ്ങൾ നടക്കുന്നുണ്ട്. നമുക്ക് നടത്താൻ പറ്റുന്നത് ഒരേ ഒരു ഡിപ്ലോമസിയോട് ഞാൻ പറയാറുണ്ട്, ഡിവൈൻ ഡിപ്ലോമസിയാണ്. ദൈവത്തിൻ്റെ മുമ്പിൽ സമാധാനത്തിന് വേണ്ടി നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും സഭയിലും സമൂഹത്തിലെല്ലാം യേശുവിൻ്റെ സമാധാനം നിലനിൽക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.